ഒക്കെ അറിയുന്നുണ്ട്. എന്തിനു പറയുന്നു മസ്താനി മന്തി. അനുമോൾ ഐസ്ക്രീം വരെ ഇറക്കാൻ എനിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആരെങ്കിലും ഒന്ന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അനുമോൾ നെല്ലിക്ക കഷായം അങ്ങനെയൊക്കെ ആയിരിക്കും ഇറക്കുന്നത്. അല്ലാതെ നീ ഇതൊന്നും ഓർത്ത് കശി പറ്റില്ല. നിനക്കുള്ളത് അനുമോൾ അല്ല നിനക്കുള്ളത് അതിന്റെ ബാക്കി കേൾക്കണം. നിനക്കുള്ളത് ഇപ്പൊ ഇത്രയൊക്കെ അനുഭവിക്കാൻ പറ്റില്ലേ? സന്തോഷത്തോട് ജീവിക്കാം. ഈ കുറ്റം പറഞ്ഞവരൊക്കെ നേരെ തിരിച്ച് നല്ലത് പറയും. ആ ഒരു ദിവസം നിനക്ക് വരും. ദൈവമേ, അനുമോളാണ്. ഞാൻ അതെ, അനുമോൾ നെല്ലിക്കാത്തളം. അയ്യോ, നിനക്കിതിൽ കൂടുതൽ ഇപ്പഴേ ഇവിടെ ഒരു സ്ത്രീ ഇരുന്ന് മോട്ടിവേഷൻ തന്നില്ലേ? ഞാൻ നാളെ തരാം. അയ്യോ ഈ അമ്മാവന്റെ ഇരിക്കരുത്, നിനക്കാളും ഡൗൺ ആവും. വേണമെങ്കിൽ നീ അബിയുടെ ക്ലാസ്സിൽ പറഞ്ഞോട് അവളെ തിരുത്തി പറഞ്ഞോട്. നീ പാവാടേ ഇച്ചിവിടെ ഇറക്കിയെടുത്താല് പാവാടേന്ന് പറയും. നല്ല വിഷമത്തോടുകൂടി പറഞ്ഞ നീ തിരിച്ച് നല്ല സന്തോഷത്തോടെ പുറത്തു പോകും. ഞാനാണ് പറയുന്നത്. ഞാനെന്ന് പറഞ്ഞാല് നിന്നെ ഈ പറയുന്ന നമ്മളെ ആളുകൾ, നമ്മളെല്ലാരും മനുഷ്യരാണ്. അവരൊക്കെ ഒരു നിമിഷം മതി നമ്മളെ ഏറ്റെടുക്കാനായി. ഈ തള്ളിപ്പറഞ്ഞവരെ തന്നെ തിരിച്ച് നിന്നെ സ്വീകരിക്കുന്ന ഒരു ദിവസം വരും. ഇത്രയ്ക്ക് തങ്കപ്പെട്ടവരാണ് അവര്. വരാൻ പറഞ്ഞത് കേട്ടോ. ഇതിനേക്കാളും അനുഭവിച്ച ഒത്തിരി പേരുണ്ട്, ഇല്ലേ? കണ്ടിട്ടില്ലേ? അത്രയുണ്ട്. അതൊന്നും ഒന്നുമല്ല. ഇനി അടുത്ത് നീ ഇറങ്ങിയ ശേഷം ഞാനാണ് അനുഭവിക്കാൻ പോകുന്നത്. അന്ന് തിരിച്ച് മസ്താനി അങ്ങോട്ട് പോയി എന്നാലും വിളിക്കണ്ട. എനിക്ക് ഒരുത്തന്റെ മോട്ടിവേഷൻ എനിക്ക് വേണ്ട. ഞാൻ തന്നെയാണ് എന്റെ മോട്ടിവേഷൻ. ഒരു സുഹൃത്ത് സഹായിക്കാന്ന് പറയുമ്പോ വേണ്ടെന്ന് പറയും. വിളിക്കണ്ട. അതിന് മുന്നേ ഞാൻ ഓടിയെത്തും. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ആയതുകൊണ്ട് പേടിച്ച് വരണ്ട് ഇരിക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്.